ബേസിക്കലി വി നോ ദാറ്റ് ഷുഗർ ഇസ് നോട്ട് പ്രോബ്ലം. ഹെൽത്തി യെസ്. ആന്നുള്ളത്. പക്ഷെ ഈ ജാഗ്രി ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അതിന്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഷുഗർ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന പ്രോഡക്ട്സ്? ഇപ്പൊ ഈ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഇപ്പൊ മിൽക്ക്, ഇപ്പൊ ഈ പനീർ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ആണ്, ഗീ എല്ലാം. അപ്പോ ഇതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? സി, മിൽക്ക് ഇസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. മിൽക്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല ഇംപ്രൂവ്മെന്റ് ആക്ച്വലി പേഷ്യൻസിന് കാണാറുണ്ട്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് അതർ പ്ലാന്റ് ബേസ്ഡ് മിൽക്സ് ലൈക്ക് ആൽമണ്ട് മിൽക്ക് ഓർ സോയ് മിൽക്ക്, ഓട്ട് മിൽക്ക് ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൗസ് മിൽക്കിൽ ദർ ഇസ് എ കമ്പൗണ്ട് കോൾഡ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ അതാണ് ആക്ച്വലി ഈ ആക്നിങ്ങിനെ ട്രിഗർ ചെയ്യുന്നത്. സോ മിൽക്ക് അവോയ്ഡൻസ് വിൽ ഹെൽപ്പ്. പിന്നെ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ജാഗറി ആണെങ്കിലും കെയിൻ ഷുഗർ ആണെങ്കിലും, അങ്ങനെ മധുരത്തിനോട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു യൂസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. അപ്പൊ ഈ ഷുഗറിനെ കൊണ്ടുള്ള ആക്നി റിസ്ക് എന്തായാലും ഉണ്ടാവില്ല. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മൾ കഴിക്കേണ്ടാത്തതും കഴിക്കേണ്ടതും? ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ യു കൻ ഓൾവേസ് ടേക്ക് ഫ്രൂട്ട്സ് ദാറ്റ് ഹാവ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ്. ഇപ്പം നമുക്ക് പോമഗ്രാനേറ്റ് ഒക്കെ എടുക്കാൻ പറ്റും, സിട്രസ് ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റും, ആപ്പിൾ ആൻഡ് പെയർസ് ഒക്കെ ഒരു പരിധി വരെ എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ഒക്കെ